വരാൻ പോകുന്ന 4-5 മാസത്തിനുള്ളിൽ ഈ പറയുന്ന ട്രേഡ് ഡീലിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല എങ്കിൽ, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നില്ല എങ്കിൽ, ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം, വരാൻ പോകുന്ന 6-7 മാസത്തിനുള്ളിൽ 6-7 മാസമൊന്നും എടുക്കത്തില്ല. ഇത് പെട്ടെന്ന് തന്നെ 100-ൽ ടച്ച് ചെയ്യും. അതായത് പേപ്പറിനേക്കാളും, വേസ്റ്റ് പേപ്പറിനേക്കാളും വിലയില്ലാത്ത കറൻസിയായി ഇന്ത്യ മാറുകയാണ്. ഇതൊക്കെയാണ് ദീർഘവീക്ഷണത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യണം. എന്താണ് മെക്സിക്കോയിലുണ്ടായത്? അതിൻ്റെ ഇമ്പാക്റ്റ് ഇനി വരാൻ പോവുകയാണ് 50%. എന്താണ് പെട്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി UAE പോയത്? UAE പറഞ്ഞു കഴിഞ്ഞു. കാരണം നിങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് റീറൂട്ട് ചെയ്താൽ പോകുന്നത് പലതും. ഇന്ത്യൻ പ്രോഡക്റ്റിൻ്റെ പേരിൽ തന്നെയാണ് അമേരിക്കയിൽ പോകുന്നത്, പല പ്രോഡക്റ്റും പോകുന്നുണ്ട്. അതൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. അത് UAEക്ക് കൊടുത്തിരിക്കുന്ന ഫ്ലെക്സിബിലിറ്റിയാണ്, 0 ടാരിഫിൽ. അവരും വാൺ ചെയ്തിട്ടുണ്ട്, ഒരു 2-3 മാസം കഴിഞ്ഞ് ഈ സാധനം മാറിയിട്ട് അത് മുഴുവനും UAEയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് വേണമെങ്കിൽ ചെയ്തോണം, അല്ലാതെ റീറൂട്ട് നടക്കത്തില്ല. അപ്പം എന്താ മോദി ഗവൺമെൻറ് ചെയ്യുന്നത്? ഇപ്പം ഇന്ത്യക്കാർ അമേരിക്കയിൽ അനുഭവിക്കുകയാണ് ഇന്ത്യൻ അർബൻ ക്ലാസ്. എന്തുകൊണ്ടത് പുറത്തൊന്നും പറയാതെ? കാരണം നാണക്കേടായിപ്പോയി. ആ രീതിയിലാണ് ഇന്ത്യക്കാരുടെ പ്രൈഡും അവരുടെ പ്രിവിലേജും. ആലോചിച്ച് നോക്കി, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില പോലും ഇല്ലാതായി കളഞ്ഞു. ഇന്ത്യക്കാരെന്ന് പറഞ്ഞ ഇഷ്ടമില്ല. എവിടെയാണ് മോദി ഗവൺമെൻറ്റിൻ്റെ പേഴ്സ്? ഇപ്പം നമ്മുടെ ഡിപ്ലോമസി മുഴുവനും താറുമാറായി, കൊളാപ്സായി. എക്കോണമി നോക്ക്, താപ്പോട്ട് പോകുന്നു, കറൻസി പോകുന്നു, ഓരോ ദിവസവും മാർക്കറ്റ് താപ്പോട്ട് പോകുന്നു. മനസ്സിലാക്കുക, കഴിഞ്ഞ ഈ ഡിസംബർ വരെ, അതായത് നമ്മളിപ്പോൾ 2025 ഡിസംബർ, ഇന്ന് 16, ഇന്ന് വരെ ഏകദേശം $2.7 ബില്യൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഫ്ലോ എടുത്തോണ്ട് പോയിരിക്കുന്നത്. ഈ കലണ്ടറിൽ ഇയറിൽ $10.70 ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഫ്ലോ ആണ്. ഇങ്ങോട്ട് വരവൊന്നുമില്ല, എല്ലാം അങ്ങോട്ട് പോവുക. അതാണ് ഈ കറൻസി കൂപ്പുകുത്തുന്നത്. ഇതേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. കാരണം അവരുമായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചോണം. നമുക്ക് ആ സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് മുകളിൽ 100ഓളം ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യക്ക് എന്ത് ഓപ്ഷനുള്ളൂ? ഇവിടെ ജോലിയില്ല. ഈ ആൾക്കാരെല്ലാം കൂടെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ജോലി കൊടുക്കുന്നത്